ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് അടുക്കളയിലെ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെയല്ല കേട്ടോ. അപ്പോൾ ഇന്ന് സത്യം പറയിച്ചാൽ രാവിലെ അതൊന്നും എടുക്കാനും പറ്റിയിട്ടില്ല. പിന്നെ കൈക്ക് തീരെ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടേനി കേട്ടോ. അടുക്കളയിലെ കാര്യങ്ങളൊക്കെ എന്താ പറയുക, എടുക്കുമ്പം എല്ലാം ഒരു സ്ലോ ആയതുകൊണ്ട് തന്നെ ഒന്നും എടുക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കൈയൊക്കെ വേദനയായിട്ട് ഇതാ പഴുപ്പായി പോയിട്ട് കേട്ടോ കൈക്ക്. അപ്പോൾ 2-3 വീഡിയോയിൽ ഇത് പറഞ്ഞതാണ്, എന്നാലും പറയാമെന്ന് മാത്രം. അപ്പോൾ ഡോക്ടറൊക്കെ കാട്ടിയതാണ്, എന്നാലും ലേശം കൂടി ഒന്ന് മാറാനൊക്കെ ഉണ്ട്. അപ്പോൾ 2 കൈയിൻ്റെ ഓരോരോ വിരലിന് സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ നടക്കുന്ന കാര്യങ്ങൾ എടുക്കാനും ഒന്നും എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല ഇന്ന് രാവിലെ. പിന്നെ ഇന്ന് ഭയങ്കര തിരക്കുവേനി കേട്ടോ. അനീഷേട്ടൻ്റെ അമ്മ ഇന്ന് രാവിലെ പോകുമെന്ന് പറഞ്ഞേ. അപ്പോൾ ആ ഒരു തിരക്ക്, പിന്നെ ഏട്ടനും ഏടത്തിയമ്മ ഇന്നലെ രാത്രിയിൽ വന്ന്, പിന്നെ ഓരും പോകണ ഒരു തിരക്ക്, അങ്ങനെയൊക്കെ ആയിട്ട് ഇവർ 3 ആളും പോകണ ഒരു തിരക്കുണ്ടായേ. അപ്പോൾ ഇവർക്ക് രാവിലെ ചായ ഉണ്ടാക്കലും എല്ലാവർക്കും ഇപ്പോൾ രാവിലെ സ്ഥിരം ചായ ഉണ്ടാക്കലൊക്കെ ഉണ്ട്. എന്നാലും ഇവരുണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ചായ ഉണ്ടാക്കലും ഒക്കെ ആണല്ലോ. അപ്പോൾ ഓർക്ക് അത് വേണ്ടി വേഗം ഓർക്ക് രാവിലെ ഒരു 8 മണിയാകുമ്പോഴേക്കും തന്നെ പോകണമെന്ന് പറഞ്ഞിനി. അപ്പോൾ ഞാൻ വേഗം ആ ഒരു തിരക്കും കാര്യങ്ങളും, പിന്നെ നന്ദുവിന് പോകണോ, അബിക്ക് പോകണോ, അഞ്ചേറിന് പണിക്ക് പോകണോ, അങ്ങനെയുള്ള ചുറ്റുപാടുകളൊക്കെ. പിന്നെ ഒരു 8:15 ഇന്ന് വേറൊരു സ്ഥലത്ത് എനിക്കും പോവാണ്ടേനി. ഞാൻ പോണത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലേ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണത്തിലാണല്ലോ, പണി അന്വേഷിച്ചുള്ള ഇങ്ങനെ ഒരു യാത്രയിലാണ് കേട്ടോ ഞാനിപ്പോൾ. എവിടെയെങ്കിലും ഒരു പണി നമുക്ക് ശാശ്വതമായിട്ട് കിട്ടണം എന്നുള്ളൊരു ഉറപ്പോട് കൂടി എങ്ങനെ നടക്കാൻ ഞാൻ കാണുന്നവരോടും പോകുന്നവരോടും വരുന്നവരോടൊക്കെ പണി അന്വേഷിക്കുന്ന പണിയായിട്ട്. ഞാൻ എവിടെ പോയാലും ആരെ കണ്ടാലും എവിടെയെങ്കിലും ഒരു പണി ഉണ്ടെങ്കിൽ പറയണേ, എവിടെയെങ്കിലും ഒരു പണി ഉണ്ടെങ്കിൽ പറയണേ, ഇതന്നെയാണ് അപ്പോൾ എൻ്റെ നാവുമിൽ കേട്ടോ. കാരണം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, നമ്മളെ വീട്ടിലെ ഒരാൾ കൊണ്ടുവന്നിട്ടൊന്നും ഒരു കാര്യങ്ങളും മുന്നോട്ട് പോകില്ല എന്നല്ല കേട്ടോ. പക്ഷേ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ, എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഞങ്ങൾക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ട് കേട്ടോ. അപ്പം എല്ലാ വീടുകളിലും എല്ലാവരും പണിക്ക് പോയിട്ടൊന്നുമല്ല കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. തോനെ ആളുള്ള വീട്ടിലും ഒരാൾ പോയിട്ടൊക്കെ ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് തീരെ കഴിയണില്ല ആ ഒരു കാര്യത്തിന്. എന്നാലും തിന്നാനില്ല, കുടിക്കാനില്ല, അങ്ങനെയൊന്നുമല്ല കേട്ടോ ഉദ്ദേശിച്ചിട്ട് പറയുന്നത്. നമുക്ക് മക്കളൊക്കെ വലിയ വലിയ ക്ലാസ്സിലെത്തി, ഓർക്ക് വേണ്ട ഓരോ കാര്യങ്ങളില്ലേ, ട്യൂഷൻ ഫീസായിട്ടും ബുക്കിന് പൈസ, അബിക്കൊക്കെ ഓരോ സമയം 5-6 മാസം കഴിയുമ്പോഴേക്ക് വേറെ ബുക്കായി, പിന്നെ ആ ബുക്ക് വേറെ വാങ്ങണോ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളായിട്ട് കേട്ടോ. ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളായില്ലേ, അപ്പോൾ ഓൾക്ക് വേണ്ടതായിട്ടുള്ള ചിലവുകൾ അത് വേറെ, പിന്നെ നമ്മളതായിട്ടുള്ള ചിലവുകൾ വേറെ, പിന്നെ മാസം നമുക്ക് ഓരോ ബില്ലും കാര്യങ്ങളൊക്കെ വരാല്ലേ. അതൊക്കെ നമ്മളാ കറക്റ്റ് ഡേറ്റിന് തന്നെ അടച്ചൊക്കെ കൊടുക്കണ്ടേ. അപ്പം എല്ലാം കൂടിയായിട്ട് ആകെ ഒരു ബുദ്ധിമുട്ടി, എന്താ പറയുക, ആകെ ഒരു ചുറ്റല്ലാട്ടപ്പം. അപ്പം എൻ്റെ മനസ്സ് കുറേ ആയിട്ട് പറയുകയാണ്, ഒരു പണി കിട്ടിയാൽ പോകണം, നിന്നിട്ട് കാര്യമില്ല, ഇതന്നെയാണ് എന്നും പറയുന്നത് കേട്ടോ. കാരണം നമ്മളൊന്നും പ്രതീക്ഷിച്ച് നിന്നിട്ടൊരു കാര്യമില്ല. കാലം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരാളെയും തന്നെ എല്ലാം ഒപ്പിച്ച് ജീവിക്കാമെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഇന്ന് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. രാവിലെ പോയതാ. ഇന്നലെ ഞാൻ പോയി നോക്കിയിട്ടോ, ഒരാൾ പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ പോയി നോക്കി, വൈകുന്നേരം പോയി നോക്കിയപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ഇത് തന്നെയാട്ടോ, ഒരു വീട്ടിൽ തന്നെയാണ് സംഭവം പണി. അപ്പോൾ പോയി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട്, കുഴപ്പമൊന്നുമില്ല, കണ്ടപ്പം കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് പോയൊക്കെ നോക്കിയിട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ലൊരു സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് പോകാനൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ഞാൻ ഇന്ന് പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് വരാം കേട്ടോ. അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പോകാൻ തീരുമാനിച്ചിന്. അപ്പം ഇനി ദൈവം സഹായിച്ച് ഞാൻ എത്ര ദിവസത്തിന് പോകുന്നോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത മാസം ഫെബ്രുവരി തൊട്ടിട്ട് അമ്മേൻ്റെ അടുത്ത ചികിത്സ ആരംഭിക്കാമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞതാട്ടോ, എന്നാലും പറയാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഓരോ പണി കിട്ടുമ്പോഴും അതിൻ്റേതായ എല്ലാ മുടക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഒന്നും തുടർന്ന് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് എനിക്ക്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ എൻ്റെ മനസ്സിൽ അതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ കിട്ടിയതും കൂടി പോവോ എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ആ ഒരു സമയമാകുമ്പോഴേക്കൊക്കെ ഡോക്ടർ ഗുളിക കൊണ്ട് മാറും എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമാധാനമാണ്. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഡോക്ടറെ കാണിച്ച് പോന്നാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സർജറിയും കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് നമ്മൾക്ക് ഒരാഴ്ചയും 2 ആഴ്ചയൊക്കെ നമുക്ക് പിടിക്കുക.
അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇങ്ങനെ ആകുമ്പോൾ ഡോക്ടറെ കാണിച്ച് പോന്നാൽ മതിയെന്ന് മാത്രമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ വിചാരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുകയാണ്. കിട്ടിയ പണി പോവാതിരിക്കാൻ ദൈവം ഒരു വഴി കാണിച്ച് തരട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ വിചാരിക്കും പോലെ ഒന്നല്ല നടക്കുക എന്നും അറിയാം. ഒക്കെ മുകളിലൊരാളുണ്ട്, നമ്മളൊരു വിശ്വസിക്കുന്നുണ്ടല്ലോ ഒരു ശക്തിയിലെ, ആ ഒരു ശക്തി എല്ലാം ശരിയാക്കി തരുമെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ വഴിക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇനിയൊന്നും പ്രതീക്ഷിക്കില്ല കേട്ടോ. കാരണം ഒരുപാട് പ്രതീക്ഷിച്ചാലൊന്നും നമുക്ക് കിട്ടൂല. പക്ഷെ ഒരുപാട് ആഗ്രഹിക്കണം എന്നാലേ കുന്നിക്കുരുവോളം കിട്ടുള്ളൂ എന്നൊക്കെ പണ്ടുള്ളവരൊക്കെ പറഞ്ഞ് കേട്ടത്. പക്ഷെ ഞാൻ ഒരുപാട് ആഗ്രഹിക്കലുമില്ല, കുന്നിക്കുരുവോളം കിട്ടലുമില്ല. സത്യം പറയാച്ചാൽ അതാട്ടോ, ഞാൻ ആഗ്രഹിക്കില്ല. കാരണം അറിയാം, ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും അത് നടക്കണ കാര്യമല്ലാന്ന് എനിക്ക് അറിയണോണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഗ്രഹിക്കലില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴായാലും ഇപ്പോൾ 2024 പിറന്നില്ലേ. അപ്പോൾ ഈ 2024 പിറന്നപ്പോഴും ഞാൻ ആലോചിക്കുകയാണ്, ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്താണാവോ, എന്തൊക്കെയാണ് വരാൻ പോണത്, എന്തൊക്കെയാണ് ആപത്തുകൾ വരാൻ പോണത് ഞങ്ങൾക്കായിട്ട് എന്നൊക്കെ വിചാരിക്കുക. കാരണം 2023 മഹാമോശപ്പെട്ട ഒരു മാസങ്ങളാട്ടെ ഞങ്ങൾക്ക് സമ്മാനിച്ചത്. 8-9 മാസം ഞങ്ങൾക്ക് മോശപ്പെട്ട കാലം തന്നെയാണ്. 2023 മാർച്ചിൽ തുടങ്ങിയൊരു എന്താ പറയുക, പിന്നെയും എന്താ പറയുകയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത്രയൊരു മോശപ്പെട്ട മാസങ്ങളേനി. അമ്മൻ്റെ അസുഖവും എന്താ പറയുക, കീമോ ചെയ്യലും റേഡിയേഷൻ ചെയ്യലും ഈ എന്താ പറയുക ഓപ്പറേഷൻ കഴിയലും അങ്ങനെയൊക്കെ ആയിട്ട് ആകെ ഒരു നശിച്ച കൊല്ലം തന്നെയാണ് കേട്ടോ. ഇങ്ങനൊരു വർഷം വന്നണോന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. എന്നാലും കൊറോണേൻ്റെ സമയത്ത് പോലും ഇത്ര ഒരു ദുരിതം അനുഭവിച്ചിട്ടില്ല കേട്ടോ. അന്നൊക്കെ പണിക്കൊന്നും പോകാൻ പറ്റായികയുള്ളൂ കേട്ടോ. ഇതിപ്പോൾ എല്ലാം കൊണ്ടൊരു ഇതായിപ്പോയി. അപ്പോൾ എന്തായാലും ദൈവം കണ്ണ് തുറന്നുകൊണ്ട് തന്നെയാണ് കേട്ടോ അതൊക്കെ സക്സസ് ആയി മാറി കിട്ടി. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പം അമ്മ സ്ഥിരമായിട്ട് മരുന്ന് കുടിക്കുന്നുണ്ട്. അത് 5 കൊല്ലത്തിന് മരുന്ന് കുടിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ സത്യം പറയച്ചാൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വീഡിയോ ചെയ്യാൻ ഇന്നൊരു അവസരം കിട്ടിയിട്ടില്ല രാവിലെ തൊട്ടിട്ട്. അല്ലെങ്കിൽ ഞാനിന്ന് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോൾ ഇന്ന് രാവിലെ തിരക്കൊണ്ട് സംഭവം ഒന്നും ഞാൻ പകർത്തിയിട്ടില്ല. അപ്പോൾ നമ്മളെ വീഡിയോ അല്ലെങ്കിലും ഞാൻ കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സത്യത്തിൽ വ്യൂസൊക്കെ കുറവാണ്. അങ്ങനെയൊക്കെ ആയാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. വ്യൂസ് കാണുകയാണെങ്കിൽ എല്ലാവർക്കും കുറച്ചാളെങ്കിലും കാണുമല്ലോ, അത് മതി. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. കാരണം നമ്മൾ വലിയ ആൾക്കാരല്ല, വലിയ ചാനലല്ല, ഒന്നുമല്ല. പിന്നെ വെറൈറ്റി കാര്യങ്ങളൊന്നും കാണിക്കണമെന്നില്ലല്ലോ അല്ലേ. ചെറിയ ഈ അടുക്കളയിൽ കിടന്നിട്ടുള്ള കുഞ്ഞു കണ്ടൻറ്റുകളാണ്. അതോ വലിയ മോഡേൺ അടുക്കള ഉള്ളവർക്കൊന്നും നമ്മളെ അടുക്കള പറ്റില്ല. അപ്പോൾ പിന്നെ വെറൈറ്റി കുക്കിങ്ങോ അതുമില്ല. പിന്നെ എങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനാന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. വെറൈറ്റി എന്താണ് പറയുക, ഭക്ഷണം ഉണ്ടാക്കണ്ടേ ഡെയിലി, അതൊക്കെയല്ലേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക. നമ്മളെ വീട്ടിൽ കഴിക്കുന്ന ആഹാരങ്ങൾ മാത്രം ഉണ്ടാക്കിയിട്ട് അതൊരു വ്ളോഗാക്കി ഇടുക എന്ന് പറയുമ്പം അത് ചിലവർക്കൊന്നും ദഹിക്കൂല. അത് സത്യമായൊരു കാര്യം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഇടയ്ക്ക് അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം, ആൾക്കാർക്ക് വെറുത്ത് പോണ ആ ഒരു അവസ്ഥയിലേക്ക് എത്തരുതെന്ന്. പിന്നെ ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പുറത്ത് പോണ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കട്ടോ. അതും സംഭവം അങ്ങനെ തന്നെ, അതിനും വ്യൂസൊന്നുമില്ല. അപ്പോൾ രണ്ടും അല്ല പ്രശ്നം. നമ്മളെ വീഡിയോ ആർക്കും ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ അടുക്കളത്തെ കാര്യമായിട്ടോ പുറമേത്തെ കാര്യമായിട്ടോ ഒന്നുമല്ല, വെറൈറ്റി ഒന്നുമല്ല. നമ്മളെ വീഡിയോ സത്യത്തിൽ ആർക്കും ഇഷ്ടപ്പെടില്ല, അതാണ്. എന്നാലോ ഇഷ്ടപ്പെടുന്നവർ കുറച്ച് ആൾക്കാരും ഉണ്ട് കേട്ടോ. അതും ഭയങ്കര എന്താ പറയുക, എടുത്ത് പറയണം കേട്ടോ. സത്യം പറയച്ചാൽ വീഡിയോ ഇഷ്ടപ്പെടുന്നവരും കുറച്ചുണ്ട്. അപ്പോൾ അതാലോചിക്കുമ്പോൾ വിചാരിക്കും ഇട്ടേ പറ്റുള്ളൂ. ഓരെങ്കിലും നമ്മളെ വീഡിയോയ്ക്ക് കാത്തിരിക്കില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇട്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിയണ മാതിരിയായിട്ട് വീഡിയോ എടുത്തിടുന്നതാട്ടോ. അപ്പോൾ ഇന്ന് ഇനിയിപ്പം എന്തായാലും എടുക്കാനില്ല, വൈകുന്നേരമായി. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പം ഇനി നാളെ മുതൽ ഞാൻ അടുക്കളത്തെ കാര്യങ്ങളൊക്കെ പകർത്തും. കാരണം വെറൈറ്റി ഒന്നും ആരും ആഗ്രഹിക്കല്ല കേട്ടോ. കാരണം എവിടെ നമുക്ക് അന്നൊന്ന് തിന്നാനുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ ഓളെന്താ എന്നും ഉണ്ടാക്കിയ സാധനം തന്നെ ഉണ്ടാക്കണത് എന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. അത് ചിന്തിച്ചാൽ നമുക്കില്ല, വേറെ ഇല്ല. പുറത്ത് പോയിട്ട് വെറൈറ്റി ഫുഡുകൾ കഴിച്ച് കാണിക്കാനൊന്നും ഇപ്പം നമുക്ക് കഴിയൂല. അപ്പം നമുക്ക് ഉള്ള ഈ ഒരു ഒതുങ്ങിയ ഒരു അടുക്കളയിൽ നിന്നിട്ട് ഒരു കുഞ്ഞു വീഡിയോ, അപ്പം അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിശ്വാസമുണ്ട്. കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, എന്നാലും ഇനിയും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ വീഡിയോസ് കാണണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ എനിക്ക്. അപ്പം നമ്മളെ ചാനലിനും ഒരു കുഞ്ഞു പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ചാനൽ
വളർത്തി കൊണ്ടുപോകണം, മുന്നോട്ട് കൊണ്ടുപോകണം ഒരുപാട് ആഗ്രഹമുണ്ട്. ഇതിന്നൊരു കുഞ്ഞു പ്രതീക്ഷകളൊക്കെ മനസ്സിലിങ്ങനെ എന്താ പറയുക ആഗ്രഹിച്ചിന് കേട്ടോ. സത്യം പറയുക വെച്ചാൽ ആഗ്രഹം നടക്കൂല എന്നൊക്കെ എനിക്ക് അറിയാം. എന്നാലും ഞാൻ ഈ ചാനലിൽ നിന്ന് ഒരു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്, ഈ ഒരു കുടുംബത്തിനുണ്ട് കേട്ടോ. സത്യം പറയുക വെച്ചാൽ അതുകൊണ്ടാണ് കാര്യത്തിൽ ഇവിടെ ഇപ്പം അനീഷേട്ടനായാലും മക്കളായാലും അമ്മയായാലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം എൻ്റെ കുഞ്ഞു മനസ്സിലുണ്ട്. പക്ഷെ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താലേ ആ ആഗ്രഹമൊക്കെ നിറവേറുള്ളൂ. വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല കേട്ടോ, ചെറിയ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊന്ന് ശരിയാവണം എന്നൊരാഗ്രഹം ഉണ്ട്. അത് ഞാനിങ്ങനെ ദൈവത്തിനോടും പറയുന്നുണ്ട്, പ്രേക്ഷകരൊക്കെ നിങ്ങളോടും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിച്ചിട്ട് നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് കാണണം. പിന്നെ എന്താ പറയുക വെച്ചാൽ ഇന്ന് അമ്മയൊക്കെ എല്ലാവരും പോയപ്പോൾ ഇവിടെ ഇപ്പം ശൂന്യമായ പോലെ ആയിട്ടോ, ആരും ഇല്ല. അപ്പം അമ്മ ഒരു 4-5 ദിവസമായിട്ട് ഇപ്പോൾ അവിടെ ഉണ്ടായി. അമ്മ എന്ന് പറഞ്ഞാൽ അനീഷേട്ടൻ്റെ അമ്മയാട്ടോ. ഇപ്പം എല്ലാവരും പോയി. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഇനി എനിക്കിപ്പോൾ ഒരുപാട് പണി കിടക്കുന്നുണ്ട്. ചോറ് വെക്കാനും കറി വെക്കാനും തിരുമ്പാനും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് ശേഷമൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കണം. എല്ലാവരും വരാനാകുമ്പോഴേക്കും എൻ്റെ പണി ഏകദേശം കഴിക്കണം. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുഞ്ഞു വീഡിയോസൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ അതും ഇതും ഒക്കെ കൂടി ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഇവിടെ വെച്ച് നിർത്തും. സത്യം പറയാ വെച്ചാൽ മുന്നോട്ട് വലിപ്പിക്കാൻ കഴിയില്ല വെച്ചാലേ നിർത്തും. കാരണം ഒരു മനുഷ്യനല്ലല്ലേ, എല്ലാവർക്കും ഇതിനായിട്ട് ടൈമൊന്നും ചെയ്ത് എന്താ പറയുക ചെയ്തെന്ന് പറഞ്ഞാൽ ടൈം എടുത്ത് ചെയ്യാനൊക്കെ ഒരു ഇത് വേണം. സത്യത്തിൽ ഒരു ഇൻട്രസ്റ്റൊക്കെ വേണം. പക്ഷെ ആ ഇൻട്രസ്റ്റൊക്കെ എനിക്ക് ഉണ്ടെങ്കിലും എനിക്ക് പണിക്ക് പോകാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. പണിക്ക് പോയേ പറ്റുള്ളൂ എന്നൊക്കെ ആഗ്രഹം. അപ്പം എനിക്ക് പോകണം, പണിക്ക് എന്തായാലും പോയേ തീരുള്ളൂ. അപ്പം ഞാൻ ഈ പോണ പണി ഞാൻ എത്ര ദിവസം പോകുന്ന എന്താണെന്നോ ഒന്നും അറിയില്ല. എല്ലാവരും പ്രാർത്ഥിക്കണം, എനിക്ക് ഈ പണി കുറച്ച് ദിവസമെങ്കിലും എടുത്ത് മുന്നോട്ട് പോകാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ പണിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവം, അവിടെ എന്തൊക്കെയാണ്, ആരെ നോക്കാനാണ്, എന്ത് ചെയ്യാനാണെന്നൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇന്നിങ്ങനെ ഒരു കുഞ്ഞു വിശേഷമാണ്. ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.